തൊട്ടില്ല നീ മുന്നിൽ പോയി നിൽക്കില്ല വിട്ടുക്ക് വിറയ്ക്കും സ്കെച്ച് ചെയ്ത് കാർത്തിക്ക് വരഞ്ഞ പോലെ. സോ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ ദയനീയമായൊരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദയനീയമായൊരു അവസ്ഥയുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഗീവ് അവേ റൂൾസ് നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ ചാനൽ 500 സബ്സ്ക്രൈബേഴ്സ് അടിച്ചിട്ടുണ്ട്. എല്ലാം വെച്ചാൽ അറിഞ്ഞാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം 500 സബ്സ്ക്രൈബേഴ്സ് അടിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് വളരെ ദയനീയമായൊരു കാര്യം കൂടെ പറയാനുണ്ട്. ശരിക്കും ഞാൻ കരഞ്ഞു പോയൊരു ഈ സംഭവം നിങ്ങൾ കേട്ട് കഴിയുമ്പം ചിലർ കരഞ്ഞു പോവും. നിങ്ങൾ കാര്യത്തിലും എനിക്ക് ശരിക്കും കരച്ചിൽ വന്നു ഈ സംഭവം ഞാൻ കേട്ടപ്പം. അപ്പം അതുമായിട്ട് നിങ്ങളെ ഇഷ്ടമെന്ന് ഞാൻ പങ്കുവെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഗീവ് അവേ ഉണ്ട്. അപ്പം ആരും ഈ വീഡിയോ സ്കിപ്പ് അടിച്ച് പോകുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് മനസ്സാക്ഷി ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മൾ മൊത്തം ഇട്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുമ്പോൾ 50 മിച്ചം വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 58 വീഡിയോസാണ്. എൻ്റെ മോനെ 58 വീഡിയോസ് ഇത്രയും ദിവസത്തിനുള്ളിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നിരന്തരമായിട്ട് എന്നും ഞാൻ വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ ഇടാത്ത ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ 1, 2, 3 ദിവസങ്ങളേ ഉള്ളൂ. അടുപ്പിച്ച് ഞാൻ അങ്ങനെ ഇടാതിരുന്നിട്ടേ ഇല്ല. അപ്പം അങ്ങനെയാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുപോകാൻ തുടങ്ങിയത്. അപ്പം ഞാൻ ഫ്രീ ഫയറിനകത്തോട്ട് കയറി. എന്നിട്ട് ഞാൻ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴാണ് ഞാൻ യൂട്യൂബിലോട്ട് കയറാമെന്ന് വിചാരിച്ചത്. യൂട്യൂബിൽ കയറിയിട്ട് എങ്ങനെയും മോണിറ്റൈസേഷൻ എന്ന് പറയുന്നൊരു സംഭവം സെറ്റാക്കണം. ഏതൊരു യൂട്യൂബറുടെയും ഒരു ലക്ഷ്യമാണ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1K സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും വേണം. അപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് എനിക്ക് അടിക്കുമെന്ന് ഉറപ്പാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത്ര സബ്സ്ക്രൈബേഴ്സ് അടിക്കുമ്പോൾ 1K അടിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. അപ്പം പക്ഷേ ഒരു സംഭവമുണ്ട്, അതാണ് എനിക്ക് ഏറ്റവും വിഷമകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്. 4000 വാച്ച് അവർ. ഈ 4000 വാച്ച് അവർ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഒപ്പിക്കണം. ഒരു വർഷത്തിനുള്ളിൽ. അപ്പം ഈ ഒരു വർഷത്തിനുള്ളിൽ ഒരു വീഡിയോ ഇട്ടാൽ 100 വ്യൂസ് എത്തിക്കാൻ മുക്കുന്ന ഒരു യൂട്യൂബറാണ് ഞാൻ. ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ ഒരു വർഷത്തിനുള്ളിൽ 1K അടിച്ചാലും 4000 വാച്ചർ എന്ന് പറയുന്ന സംഭവം അതടിക്കില്ല, അതെനിക്ക് ഉറപ്പായി. അപ്പം എനിക്ക് കുറേ പേരെന്നെ കളിയാക്കി, എന്താ നീ ഒരു വീഡിയോ ഇട്ടിട്ട് നീ വ്യൂസ് അടിക്കുന്നില്ലല്ലോ, ഒരു വീഡിയോ ഇട്ടാൽ എന്താ നീ ഇത്രയും വീഡിയോ ഇട്ടിട്ട് ഒരു വീഡിയോ പോലും ക്ലിക്കായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കുറേ പേര് കളിയാക്കി. കുറേ പേര് കളിയാക്കി. അപ്പം എനിക്ക് ശരിക്കും ഞാൻ കരഞ്ഞു പോയി. ശരിക്കും ഞാൻ സത്യം പറയുന്നതാണ്. ഞാൻ ഈ വീഡിയോ ക്ലിക്കാവാനൊന്നും പറയുന്നതല്ല, ശരിക്കും ഞാൻ പറയുന്നതാണ്. ഞാൻ കരഞ്ഞു പോയി. എന്താ ചെയ്യാനാണ്, ഒരു വീഡിയോ പോലും ക്ലിക്കാവുന്നില്ല. 58 വീഡിയോസ് ഇട്ടിട്ട് ഒരു വീഡിയോ പോലും ക്ലിക്കാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥ. അത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകത്തില്ലെങ്കിലും എനിക്ക് ശരിക്കും മനസ്സിലായി. അപ്പം 1K അത് വെച്ചാൽ നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് അടിച്ച് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാവർക്കും. അതിന് ഞാൻ ആദ്യം നന്ദി പറയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ 500 സബ്സ്ക്രൈബേഴ്സ് ഇരിക്കുമ്പോൾ നമ്മൾ ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ചൊരു വീഡിയോ തന്നെയാണ് ഇപ്പം ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ കുറേ പേരിനോട് പറഞ്ഞു യൂട്യൂബ് എന്ന മേഖല നിനക്കുള്ളതല്ല, എല്ലോ പഠിച്ച് രക്ഷപ്പെടാൻ. ഞാൻ പഠിച്ച് രക്ഷപ്പെടാൻ വന്നതല്ല, പഠിക്കണമെന്നുണ്ട്, ഞാൻ പഠിക്കുന്നുമുണ്ട്. പക്ഷേ ഈ യൂട്യൂബിലോട്ട് എനിക്കൊന്ന് കയറണമെന്ന് വിചാരിച്ചാൽ ഞാൻ വെറുതെ കയറുന്നതല്ല. ആരും അങ്ങനെ വെറുതെ കയറാറില്ല. യൂട്യൂബിലോട്ട് കയറാനുണ്ടെങ്കിൽ മോണിറ്റൈസേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ യൂട്യൂബിൽ കയറുന്നത്. അല്ലാത്തവരെന്ന് പറയുമ്പോൾ അത് ചുമ്മാ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടായിരിക്കും കയറുന്നത്. പക്ഷേ ഒരു യൂട്യൂബറിൻ്റെ ഒരു ലക്ഷ്യമെന്ന് വെച്ചാൽ അത് 4000 വാച്ച് അവർ 1K സബ്സ്ക്രൈബേഴ്സ് എന്നൊരു വലിയൊരു ഇതാണ്. അപ്പോൾ ആ ലക്ഷ്യത്തിൽ എനിക്ക് 1K അടിക്കാൻ പറ്റും, പക്ഷേ 4000 വാച്ച് അവർ എന്ന സംഭവം അടിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടാൽ, അതായത് എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടാൽ മുക്കി ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് എന്ന് വെച്ചാൽ 100 വ്യൂസ് എത്തിക്കുന്നത്. 100 വ്യൂസ് ഒട്ടുമല്ല. 1K അടിക്കുകയാണെങ്കിൽ, ഒരു വീഡിയോ 1K അടിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ശരിക്കും ഞാൻ കരഞ്ഞു പോയി. ശരിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ കരഞ്ഞു പോയി. ഒരു വീഡിയോയ്ക്കൊക്കെ ഇത്രയായിട്ട് കളിയാക്കി തന്നെ ഒരു വീഡിയോയ്ക്ക് 100 വ്യൂസ് എത്തിക്കുന്നത് പറയുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായിപ്പോയി. അപ്പം ഇപ്പം തന്നെ സ്കിപ്പ് അടിച്ചൊരു കുറേ കൂട്ടുകാർ കാണും. അവർക്കൊക്കെ മനസ്സാക്ഷി ഇല്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു വീഡിയോ ആണിത്. അപ്പം നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക. അപ്പം ഗീവ് അവേ വീഡിയോ എന്ന് വെച്ചാൽ ഈ വീഡിയോയ്ക്ക് നമ്മൾ എത്തിക്കുന്ന വ്യൂസ് എന്ന് വെച്ചാൽ 200 വ്യൂസ് എത്തിക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോ, അതായത് നാളെ ഇടാൻ പോകുന്ന വീഡിയോയിൽ ഗീവ് അവേ ഉണ്ട്. അത് 300 ഡയമണ്ട്സിൻ്റെ ഗീവ് അവേ ആണ്.
അപ്പം വീഡിയോ ഫുള്ളായിട്ടിരുന്ന് വാച്ച് ചെയ്തവർക്ക് മനസ്സാക്കിയുണ്ട്. എന്ന് വെച്ചാൽ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാത്തവർക്ക് മനസ്സാക്ഷി ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അവർ എന്നോട് കാണിക്കുന്നൊരു ക്രൂരത അത്രയും എനിക്ക് പറയാനുള്ളൂ. എന്തൊരു ഇതാണ്. യൂട്യൂബ് ഞാൻ നിർത്തണമെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്നലെയാണ് ഫുള്ള് ഇതായിപ്പോയി. യൂട്യൂബിലെന്ന് പറയുമ്പോൾ യൂട്യൂബ് ഞാൻ നിർത്താൻ വരെ തോന്നിയൊരു അവസ്ഥ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒട്ടും സപ്പോർട്ടും ഒട്ടും വ്യൂസ് എന്ന് വെച്ചാൽ മുക്കി അടിക്കുന്നതാണ്. എനിക്ക് കലിപ്പ് അത്രയ്ക്കൊരു ഇതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങളിട്ടു, അതിന് 100K അടിച്ചു, പിറ്റേ ദിവസം നോക്കുമ്പോൾ അതിന് 100 വ്യൂസ് നമ്മളൊരു പുതിയ വീഡിയോ ഇട്ടു. അപ്പോൾ ആ വീഡിയോയ്ക്ക് 100 വ്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ദേഷ്യം, നിങ്ങൾക്കുണ്ടാകുന്ന വിഷമം നിങ്ങൾ എന്ത് പറയും? അപ്പം അങ്ങനെയാണ് 100 വ്യൂസ് എടുത്തിക്ക് 100K വലിക്കുന്നവർക്ക് എന്തൊരു ഭാഗ്യം. അപ്പം 100 വ്യൂസ് ഒരു സീനുമില്ല. പക്ഷേ എനിക്ക് അതുപോലും അടിക്കുന്നില്ല. ഇത് 100 വ്യൂസ് എന്ന് പറയുമ്പോൾ ഒട്ടുമല്ല. അതേ കയ്യിലെണ്ണാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് ഇതാണ്. ഇന്നത്തെ പൊന്നളിയാ, എന്തൊരു ജീവിതമാണെന്നറിയോ. ഇങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ വെച്ചാൽ. അപ്പം എനിക്കതൊന്നേ പറയാനുള്ളൂ, മാക്സിമം ഷെയർ ചെയ്യുക. എന്നെ പോലെ ഒരു ചെറിയ യൂട്യൂബറിന് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് സംഭവം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കൊരു പുണ്യം കിട്ടും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഗീവ് അവേ കിട്ടും. അത്രേ ഉള്ളൂ. അല്ലാതെ എന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത്. ആരും സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. ആരിപ്പോൾ ഒരു ലൈവ് ഇടുവാണെങ്കിൽ ഒരു സീറോ വാച്ചി വളരെ ഇതാണ്. ഞാൻ കഴിഞ്ഞ കുറേ നാളായി ലൈവ് ഇട്ടിട്ട്. അപ്പം നമ്മൾ ശനിയാഴ്ച ലൈവ് ചെയ്യുന്നുണ്ട്. അപ്പം എന്നാ പറയണ്ടേ, എനിക്ക് ശരിക്കും ദേഷ്യം വന്നു പോയി. അപ്പോൾ ഇനി തൊട്ട് വീഡിയോസ് നന്നായിട്ട് ഇടണമെന്നൊക്കെ ഉണ്ട്. അപ്പം യൂട്യൂബ് നിർത്തി പോകാനൊന്നുമുണ്ട്. അപ്പം ഇനി തൊട്ട് നമ്മളൊരു ദിവസം ഒരു ലൈവും ഒരു വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. ഒരു ലൈവും ഒരു വീഡിയോയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം ഇത്ര എനിക്ക് പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആണ് ഗീവ് അവേ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗീവ് അവേ വീഡിയോ എന്ന് പറഞ്ഞ് കുറേ പേരെ ഞാൻ പറ്റിച്ചെന്നല്ല, ഗീവ് അവേ വീഡിയോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഇത്രയും നേരം വാച്ച് ചെയ്തവർക്ക് ഉറപ്പായിട്ടും ഗീവ് അവേ കിട്ടും. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സൈഡിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും മാക്സിമം ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുക, 200 വ്യൂസ് എത്തിക്കുക. അപ്പം എനിക്ക് എത്രയൊക്കെ പറയാനുള്ളൂ. എന്താ പറയണ്ടേ, വിഷമമാണ്, ഭയങ്കര വിഷമമാണ്. അപ്പോൾ എനിക്കെന്താ പറയേണ്ടതെന്നൊന്നും ഞാൻ എന്തിനാ പറയുന്നതെന്ന് പോലും എനിക്കൊന്നും അറിയത്തില്ല. എന്താ ഒരുമാതിരി ഒരവസ്ഥയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്നവർക്ക് എനിക്ക് വളരെ നന്ദിയുണ്ട്, ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് ഒരു ഇതുമില്ല, അത്രയ്ക്ക് നന്ദിയുണ്ട്. അപ്പം അത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ഗൈസ്. അപ്പോൾ പുതിയ കിടക്കാശി വീഡിയോ ആയിരിക്കും. എല്ലാ മച്ചാന്മാർക്കും ബൈ കേട്ടോ.